സോ എല്ലാ സീഫേഴ്സ് അറിഞ്ഞിരിക്കേണ്ട ഒരു മെയിൻ കാര്യമുണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ചൂസ് ചെയ്യുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബെസ്റ്റ് ബാങ്ക് അക്കൗണ്ട്സ് ഏതാണെന്നാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ പോകുന്നത്. സോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടുള്ള ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഞാൻ ഈ ചാനലിനകത്ത് ഞാൻ മെയിനായിട്ട് എൻ്റെ മർച്ചൻ്റ് നേവി വ്ലോഗ്സ്, അതുപോലെ ഷിപ്പിൻ്റെ എഞ്ചിൻ റൂം, മർച്ചൻ്റ് നേവി റിലേറ്റഡ് എല്ലാ ഇൻഫോർമേറ്റീവുള്ള വീഡിയോസും ഞാൻ ഈ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ജസ്റ്റ് ജോയിൻ ചെയ്യുക. എല്ലാവർക്കും ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ ആ ലിങ്ക് അതിനകത്ത് കാണും. സോ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലോട്ട് പോകും. ഓക്കെ, നമുക്ക് ഈ ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കണമെങ്കിൽ നോർമൽ ബാങ്ക് അക്കൗണ്ട് അല്ല, നമുക്ക് NRE NRO എന്ന ഒരു സ്റ്റാറ്റസിലോട്ടാണ് നമുക്ക് ചേഞ്ച് ഓവർ ചെയ്യേണ്ടത്. സോ കുറച്ച് ബാങ്ക് അക്കൗണ്ട്സ് ഞാൻ അവിടെ പറയാം. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ഈ ഒരു തരത്തിലുള്ള ബാങ്ക് അക്കൗണ്ട് എടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ആക്സിസ് ബാങ്ക് ഉണ്ട്, HDFC, SBI ഉണ്ട്, പിന്നെ നമുക്ക് HSBCയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഞാൻ ഒത്തിരി എല്ലാ ബാങ്കിനെ പറ്റിയും വിശദീകരിക്കുന്നത് എല്ലാം അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ ഇതിനകത്ത് ഡിഫറൻസ് വരുന്നത് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ്, പിന്നെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഡിഫറൻസ് വരുന്നത്. സോ മെയിനായിട്ട് ഞാനിവിടെ പ്രിഫർ ചെയ്യുന്നത് നമുക്ക് മെയിനായിട്ട് ഒന്ന് HDFC എടുക്കാം, പിന്നെ ഒന്ന് HSBC എടുക്കാം. ഫസ്റ്റ് ഞാൻ ഇവിടെ HDFCയുടെ കാര്യമാണ് ഞാൻ ജസ്റ്റ് പറയാൻ പോകുന്നത്. HDFC നോക്കുമ്പോൾ നമുക്ക് സീഫെയർ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സെപ്പറേറ്റ് ഒരു സെക്ഷൻ നമുക്കായിട്ട് അവർ തരുന്നുണ്ട്. സോ ആ ഒരു സീഫെയർ അക്കൗണ്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രീമിയം കിറ്റ് പോലൊരു സംഭവം നമുക്ക് കിട്ടും. അതിനകത്ത് ഫുൾ പ്രീമിയം ആയിട്ടുള്ള ഡെബിറ്റ് കാർഡ്, അതിൻ്റെ ബുക്ക് കാര്യങ്ങളെല്ലാം ആ ഒരു കിറ്റിനകത്ത് കാണും. പൈസയൊന്നും നിങ്ങൾ അടയ്ക്കേണ്ട കാര്യമില്ല, അത് ടോട്ടലി ഫ്രീ ആണ്. അതുപോലെ തന്നെ ആ ഒരു ഫീ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഓൾറെഡി അവർ അതിനകത്ത് അടിച്ചിട്ടാണ് നമുക്ക് ബാങ്ക് ഓപ്പൺ ആക്കി തരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് വറിയാവേണ്ട കാര്യമില്ല. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് അവർ പ്രിഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ HDFC നോക്കുകയാണെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റിൽ കുറച്ച് റേറ്റ് കുറവാണ് ബാക്കിയുള്ള ബാങ്ക് വെച്ച് നോക്കുമ്പോൾ. ഇപ്പോൾ നിങ്ങൾക്ക് നോർമലായിട്ട് ഇപ്പോൾ ഈ സൗത്ത് ഇന്ത്യൻ ബാങ്കിലൊക്കെ വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് എടുക്കാൻ പറ്റും. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ മാത്രമല്ല, നമ്മുടെ ഫെഡറൽ ബാങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു NRI അക്കൗണ്ട് എടുക്കാൻ പറ്റും. പക്ഷേ ഫെഡറൽ ബാങ്കിലൊക്കെ അക്കൗണ്ട് എടുക്കുമ്പോൾ നമുക്ക് ഈ എക്സ്ചേഞ്ച് റേറ്റ്, കാരണം നമുക്ക് ഷിപ്പിൽ നിന്ന് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് USD ആണ്, എന്ന് വെച്ചാൽ നമ്മുടെ അമേരിക്കൻ ഡോളേഴ്സ് ആയിട്ടാണ് കിട്ടുന്നത്. സോ അത് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് എക്സ്ചേഞ്ച് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അത് കൂടുതലാണ്. പിന്നെ ഡിലേസ് വരാനുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് മെയിനായിട്ട് വരുന്നുണ്ട്. സോ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ HDFC എന്തുകൊണ്ട് ബെസ്റ്റാണ്. പിന്നെ നോർമൽ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഇപ്പോൾ വലിയ തുക കിട്ടും. ഇപ്പം നിങ്ങൾ GP റേറ്റിംഗ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരാളാണ്, അത്യാവശ്യം നിങ്ങൾക്ക് നിങ്ങളുടെ സാലറിയുടെ റേഞ്ച്, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ട്രെയിനി വോയിസ് ആണെന്ന് വെച്ചോ, ട്രെയിനി വോയിസിന് വലിയ സാലറി ഒരു പെർ മന്ത് കിട്ടാത്തതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നോർമൽ നമ്മൾ NRO അക്കൗണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. കാരണം ടാക്സിൻ്റെ ഇഷ്യൂസ് അവിടെ വരുന്നില്ല. നമ്മളിത് മാക്സിമം ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഇങ്ങനെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പം ഞാൻ എടുത്തേക്കുന്ന HDFCയിൽ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓരോ പ്രീമിയം കാർഡും അവരുടെ എല്ലാ രീതിക്കുള്ള അലോട്ട്മെൻറ്റും കാര്യങ്ങളെല്ലാം എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. മെയിനായിട്ട് HDFCയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പ്രോപ്പർ ടൈമിൽ തന്നെ സാധനം എനിക്ക് എൻ്റെ അക്കൗണ്ടിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് അയക്കുന്ന സാധനം ആ ഒരു സാലറി കൺവേർട്ട് ആയിട്ട് 1-2 മാക്സിമം പോയ 3 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് എക്സ്ചേഞ്ച് റേറ്റ് വലുതായിട്ടൊന്നും പിടിക്കാതെ തന്നെ എനിക്ക് അതിനകത്തുനിന്ന് പൈസ എനിക്ക് ക്രെഡിറ്റ് ആവുന്നുണ്ട്. എനിക്കൊന്നു ഇത്ര എനിക്കിപ്പോൾ അത്യാവശ്യം ഒരു നോർമൽ, എനിക്ക് കറക്റ്റ് ആക്ച്വലി എനിക്ക് എക്സ്ചേഞ്ച് റേറ്റ് അറിയത്തില്ല, കാരണം വളരെ ലെസ് എമൗണ്ട് ആണ് അവർ എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ട് പിടിക്കുന്നത്. സോ ഇപ്പോൾ എല്ലാം കൂടി ഒരു 5 മാസം സാലറിക്ക് ചിലപ്പോൾ അവർ 500 രൂപയ്ക്കായിരിക്കും എടുക്കുന്നത്. അത്ര എനിക്കുള്ള കുറച്ച് എക്സ്ചേഞ്ച് എമൗണ്ട് ആണ് സീഫെയർ അക്കൗണ്ടിൽ അവർക്ക് നമ്മുടെ സൈഡിൽ നിന്ന് അവർ പിടിക്കുന്നത്. സോ ബെസ്റ്റ് എന്തുകൊണ്ട് HDFC തന്നെയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ HDFC ബെസ്റ്റ് ആണ്. പിന്നെ ഞാൻ ആരെയും നിർബന്ധിച്ച് HDFC എടുപ്പിക്കില്ല, കാരണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രീതികളും അവരുടേതായിട്ടുള്ള അറിവുകളും കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ ഒരു അറിവിൽ HDFC ബെസ്റ്റ് ആണ്, ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെയുള്ളത് നമ്മൾ HSBC ആണ്. HSBCയും അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ HSBC ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരിങ്ങനെ ബാങ്കിൽ നിന്ന് ഇപ്പോൾ നമ്മളൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ അവരിങ്ങനെ ഭയങ്കര ഇറിറ്റേഷനാണ് ആക്ച്വലി. കാരണം ഒരു 10,000 ഇപ്പോൾ എനിക്ക് 2 അക്കൗണ്ടും ഉണ്ട്, പക്ഷേ ഞാൻ മെയിനായിട്ട് പ്രൈമറി എടുത്തേക്കുന്നത് HDFC ആണ്. HSBC ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ലിമിറ്റ് ഇല്ലാതെ ഇങ്ങനെ മെയിൽസ് കോള് എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇറിറ്റേഷനാണ്. അത് അവിടെ മാറ്റി നിർത്തിയാൽ ബാക്കി കാര്യങ്ങൾ വലിയ കുഴപ്പമില്ല. പക്ഷേ ചില സമയത്ത് സൈറ്റൊക്കെ അടിച്ചു പോകാറുണ്ട്, കാരണം നമുക്ക് പിന്നെ മെയിനായിട്ട് നമ്മുടെ കേരളത്തിൽ അതിൻ്റെ ഒരു ബ്രാഞ്ച് നമുക്ക് വളരെ ചുരുക്കമാണുള്ളത്. ഓക്കെ, എനിക്കൊന്ന് എറണാകുളത്ത് എന്തോ മാത്രമാണ് മെയിനായിട്ട് ഒരു ബ്രാഞ്ച് ഉള്ളതെന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ എൻ്റെ ഒരു അടുത്ത പ്രദേശം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കൊന്നും അടുത്ത് അങ്ങനെ ബ്രാഞ്ച് ഒന്നുമില്ല. ഇപ്പോൾ എനിക്ക് എൻ്റെ ബാങ്ക് അക്കൗണ്ടിനായിട്ട് എൻ്റെ ഒരു ഇഷ്യൂവിൽ എനിക്ക് നേരിട്ട് പോകേണ്ടി വന്നാൽ ഒന്നെങ്കിൽ ചെന്നൈയിലോ അവരുടെ മെയിൻ ഓഫീസിലായിട്ട് പോകേണ്ടി വരും. സോ അതുകൊണ്ട് ഞാൻ HSBC എടുത്തില്ല. അങ്ങനത്തെ ഒരു ഇഷ്യൂ എനിക്കുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വരും കേരളത്തിൽ ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കാസർഗോഡ് എടുക്കുന്ന ഒരാൾക്ക് HSBC എടുക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ എന്തൊരു ഇഷ്യൂ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഓക്കെ, എന്തെങ്കിലും ഒരു ഇഷ്യൂ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ വരുവാണെങ്കിൽ HSBCയിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പോകേണ്ട ഒരു ആവശ്യം വേണമെങ്കിൽ നിങ്ങൾ ലോങ് ട്രാവൽ ചെയ്യേണ്ടി വരും. ചില സമയത്ത് അവരുടെ സൈറ്റ് ബ്ലോക്ക് ആവാറുണ്ട്, മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കട്ട് ഓഫ് ആവാറുണ്ട്. പക്ഷേ
HDFC അങ്ങനെയല്ല. HDFC നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും എല്ലാ ബ്രാഞ്ചിലും മുക്കിലും മൂലയിലും എല്ലാ HDFC ബാങ്ക് ഉണ്ട്. സോ അത്ര വലിയ ഇഷ്യൂസ് അവിടെ വരാറില്ല. സോ മെയിനായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് HDFC ആണ്. പിന്നെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഏത് ബാങ്ക് അക്കൗണ്ട് വേണമെന്നുള്ള കാര്യം. എങ്ങനെ പോയാലും 186 ദിവസം നിങ്ങൾ ഇന്ത്യക്ക് വെളിയിലാണെങ്കിൽ മാത്രമേ ഈ ഒരു NRI സ്റ്റാറ്റസിൽ നിങ്ങൾക്ക് സ്റ്റാറ്റസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ടാക്സിൻ്റെ ഇഷ്യൂസ് വരാൻ ചാൻസസ് ഭയങ്കര കൂടുതലാണ്. സോ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വേണം നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ചൂസ് ചെയ്യാൻ വേണ്ടി. ബാങ്ക് അക്കൗണ്ട് ചൂസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് പേപ്പേഴ്സ് എല്ലാം കറക്റ്റ് ആയിരിക്കുക. പിന്നെ ഒരു ഇഷ്യൂ വന്നാൽ അത് ചേഞ്ച് ആക്കണമെങ്കിൽ ഭയങ്കര പാടായിരിക്കും. സോ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ID കാർഡിൻ്റെ പ്രൂഫ്, സർനെയിം, ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഫോം കൊടുക്കാനും ഇതിൽ കാര്യങ്ങളുള്ള റിക്വസ്റ്റ് ലെറ്റർ അതുപോലത്തെ സബ്ജക്റ്റ് കൊടുക്കുന്ന എല്ലാ കറക്റ്റ് ഈ ഒരു പ്രോപ്പർ സാധനങ്ങൾ വെച്ച് തന്നെ ആയിരിക്കും. ചിലർക്ക് ചില ബുക്കിനകത്ത് ഇപ്പോൾ ആധാറിൽ ഒരു നെയിം, ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഒരു പേര്, CDCയിൽ ഒരു പേര്, അങ്ങനെ വരുമ്പോൾ ഭയങ്കര ഇഷ്യൂസ് അവിടെ ക്രിയേറ്റ് ആവും. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ തുറക്കം ചിലപ്പോൾ അത് മനസ്സിലാകത്തില്ല. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഇതിനകത്ത് ഇഷ്യൂസ് വരുമ്പോൾ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഓടുന്നതിൻ്റെ 10 ഇരട്ടി പിന്നെ ഓടേണ്ടി വരും. സോ അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ പേപ്പറിലൊക്കെ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴേ തിരുത്തി നിങ്ങൾ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. മെയിനായിട്ട് HDFC, HSBC വേറൊന്നും അത്ര സാറ്റിസ്ഫൈ അല്ല. ഞാൻ എൻ്റെ അറിവിൽ ഞാൻ ബാക്കിയുള്ള ആൾക്കാരോട് സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് HSBC, HDFC. കേരളക്കാർ ആണ് ഈ HSBC കുറച്ചോ അവോയ്ഡ് ചെയ്ത് നിർത്തുന്നത്. ഓക്കെ, ഇനി ഇൻ കേസ് നിങ്ങൾക്ക് കുഴപ്പമില്ല, HSBC ഉള്ള ആരെങ്കിലും ഇപ്പോൾ ഉണ്ട്, അറിയാവുന്ന ആൾക്കാരൊക്കെ HSBC ഉണ്ടെങ്കിൽ ഓക്കെ, സീനൊന്നുമില്ല, അവരെ നമുക്ക് സെറ്റ് ചെയ്യാൻ കേസേ ഉള്ളൂ. സോ ഇത്രയും പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യണം. എന്തെങ്കിലും രീതിക്ക് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തേക്കാം. വാട്സ്ആപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്ത്. സോ വീഡിയോ എന്തെങ്കിലും വേണ്ടി പിന്നെ പുതിയ വീഡിയോ കാണാൻ ബൈ.